ഈ സിനിമയൊക്കെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ത്രില്ലർ ലവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ശബ്ദം ഉണ്ടാവും, സോറി. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില ത്രില്ലർ പടങ്ങൾ അത് ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാതെ ഈ 10 ത്രില്ലർ സിനിമകൾ റെക്കമെൻഡേഷൻ വീഡിയോസിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സിനിമകളുണ്ട്. അത്തരത്തിലൊന്നാണ് ഇന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നത്. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ത്രില്ലേഴ്സ്, ഒരു ക്ലാസിക് ഹോളിവുഡ് ത്രില്ലർ, എ മൂവി റെക്കമെൻഡേഷൻ. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിൽപ്പെട്ടിരിക്കുന്ന ജെറി എന്ന ഒരു സെയിൽസ്മാന്റെ തലയിലുണ്ടായ ഒരു കാഞ്ഞ ബുദ്ധിയുടെ കഥയാണ് ഈ പടം എന്ന് പറയാം. അയാളുടെ കോടീശ്വരിയായ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളി രണ്ടുപേരെ വാടകയ്ക്ക് എടുക്കുന്നു. കാര്യങ്ങൾ പക്ഷെ കൈവിട്ടു പോവുകയാണ്. സംഭവം ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ ക്രൈമുകളിലേക്ക് നീണ്ടുപോവുകയാണ്. 7 മാസം ഗർഭിണിയായ മാർജ് എന്നൊരു പോലീസ് ചീഫ് ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ കൂടെ എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1996 കോയൻ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത ഫാർഗോ. കോയൻ ബ്രദേഴ്സിലെ ജോവൽ കോയൻ ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ജോവൽ കോയനും സഹോദരൻ ഏതൻ കോയൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഏതൻ കോയൻ ആണ് പടത്തിന്റെ പ്രൊഡ്യൂസർ. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റേത്. 1987 അമേരിക്കയിലെ കനേഡിയൻ ബോർഡറിനടുത്തുള്ള മിനസോട്ടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പടത്തിന്റെ തിരക്കഥയ്ക്ക് ആസ്പദമായിട്ടുള്ളത്. യഥാർത്ഥ സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പടം അവതരിപ്പിച്ചിട്ടുള്ളത്. പണം മനുഷ്യനെ മൃഗമാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിന്റെ കഥ. ട്രൂ ഇവന്റ്സ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തെളിയുന്നത്. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ട് ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുദ് കൂടും. സോ കിടിലൻ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. ഡാർക്ക് ഹ്യൂമറിനൊപ്പം ക്രൈം ത്രില്ലർ എന്ന ജോണറിലാണ് പടം ഒരുക്കിയിട്ടുള്ളത്. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കാവുകയും ചെയ്യും. കഥാപാത്രങ്ങളുടെ സംഭാഷണം തന്നെ ഭയങ്കര രസമാണ്. പോരാത്തതിന് എന്റെ ഏറ്റവും ഫേവറേറ്റ് കോംബോ ആയിട്ടുള്ള മഞ്ഞും മിസ്റ്ററിയും എന്ന ഗണത്തിൽ വരുന്ന ഒരു പടം കൂടിയാണിത്. ഈ സിനിമ അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കയിലെ ഏറ്റവും മികച്ച 100 സിനിമകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1996 മൊത്തം 7 നോമിനേഷനിലാണ് ഓസ്കാറിൽ ഈ പടത്തിന് പോയിട്ടുള്ളത്. പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞാൽ ഇതിൽ വന്നവരും പോയവരും എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. നായിക പോലീസ് ചീഫ് മാർജ് ആയിട്ട് വരുന്ന ഫ്രാൻസിസ് മിക്ഡോമന്റിന് ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചായിരുന്നു. ഇതിന് മാത്രമല്ല മൊത്തം 4 തവണ ഓസ്കാർ അവാർഡ് എങ്ങാണ്ട് പുള്ളിക്കാരിക്ക് നേടിയിട്ടുണ്ട്. പടത്തിന് സംവിധായകനായ ജോവൽ കോയന്റെ ഭാര്യ കൂടിയാണ് പുള്ളിക്കാരി. പതിവ് പോലെ അതിഗംഭീര പെർഫോമൻസ് ആണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. പടത്തിന്റെ തുടക്കത്തില് രാവിലെ ഭർത്താവ് മുട്ട ഉണ്ടാക്കി തരുന്നതിനെ കുറിച്ച് സഹപ്രവർത്തനോട് സംസാരിക്കുന്നതും ഒരു ബാറിൽ വെച്ച് മാർജും കോൾ ഗേൾസും തമ്മിലുള്ള സംഭാഷണമൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ജെറിയായിട്ട് വന്ന വില്യം മെയ്സിയുടെയും കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളിക്കും ഈ പടത്തിലെ സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ഓസ്കാർ നോമിനേഷൻ പോയായിരുന്നു. പിന്നെ വ്യത്യസ്ത സ്വഭാവക്കാരായ ഇതിലെ 2 വില്ലൻ ക്യാരക്ടേഴ്സും ഭയങ്കര രസമാണ്. പടത്തിൽ എല്ലാവരുടെയും അഭിനയം ഗംഭീരമാണ്. അഭിനയത്തിന് മാത്രമല്ല മികച്ച സ്ക്രീൻ പ്ലേക്കുള്ള ഓസ്കാർ അവാർഡും ഈ പടത്തിന് ലഭിച്ചിട്ടുണ്ട്. പോരാത്തതിന് മികച്ച ചിത്രം, ക്യാമറ, എഡിറ്റിംഗ്, സംവിധാനം എന്നിവയ്ക്കും നോമിനേഷൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വിഷ്വലുകൾക്ക് അപാര ഭംഗിയാണ്. മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ലൊക്കേഷൻ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പോയറ്റിക് വിഷ്വലുകൾ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഷോട്ട്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഒക്കെ നൈസ് ആണ്. മൊത്തത്തിൽ ഒരു പെർഫെക്റ്റ് ക്ലാസിക് ത്രില്ലർ ആണ് ഫാർഗോ. ഈ കഥ ബേസ് ചെയ്ത് പിന്നെ ഒരു സീരീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ സീരീസിനെ കുറിച്ചല്ല പറയുന്നത്, 96 ഇറങ്ങിയ സിനിമയെ കുറിച്ച് തന്നെയാണ്. സോ അത് രണ്ടും മാറിപ്പോരുത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ത്രില്ലറുകൾ ഒന്നാണിത്. വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയാണ്, അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർ ഈ പടം കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇനിയും കാണാതെ ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മസ്റ്റ് വാച്ച് ഐറ്റം ആണ്. ഈ പടത്തിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 8.1 ഔട്ട് ഓഫ് 10 ആണ്. റോട്ടൻ ടൊമാറ്റോസിൽ 94% റേറ്റിംഗ് ഉണ്ട്. ഈ പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാൻ പറ്റും. 1 മണിക്കൂർ 38 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. അത് പറയുമ്പോഴാ ഈ പടത്തില് ഒരു സീനിൽ ഇതിലെ നായകൻ ജെറിക്ക് ഒരു വാണിംഗ് പോലെ ഒരു 30 മിനിറ്റ് സമയം കൊടുക്കുന്നുണ്ട്. ആ സീൻ കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് കഴിയുമ്പോൾ പടവും തീരും. സോ മേക്കിങ്ങിലെ, സ്ക്രിപ്റ്റിലെ, ഡയറക്ഷനിലെ ഒരു ബ്രില്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. പടം 18+ ആണത് ഓർക്കുക, ഫാമിലി ആയിട്ട് കാണാൻ കൊള്ളില്ല. പിന്നെ ഈ പടം പറഞ്ഞപ്പോൾ വേറൊരു പഴയ പടം കൂടി റെക്കമെൻഡ് ചെയ്യുകയാണ്. കോയൻ ബ്രദേഴ്സ് എന്നെ സംവിധാനം ചെയ്ത് ഫ്രാൻസിസ് മിക്ഡോമന്റ് തന്നെ നായികയായിട്ട് വന്ന 84 റിലീസായ മറ്റൊരു ക്ലാസിക് ക്രൈം ത്രില്ലർ, ബ്ലഡ് സിമ്പിൾ. ഞാൻ അതിന്റെ റിവ്യൂ വളരെ പണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ലിങ്ക്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.